സിയില് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ ഈ ക്ലാസ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ എന്നുള്ളത് ഒരു ഓപ്പറേറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പം നമ്മൾ ഇവിടെ സിയിലെ പലതരം ഇഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ഇനി അതല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് സിയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മെയിനായിട്ടും വരുന്നത് പലതരത്തിലുള്ള ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ഇഫ് സ്ട്രക്ചർ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നമ്മൾ മെയിനായിട്ടും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. അപ്പൊ അത് ഓരോന്നുമായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഇഫ് ആണ്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതിന്റെ സിന്റാക്സ് ഈ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ സിന്റാക്സ് പഠിക്കണം. സിന്റാക്സ് ഈ രീതിയിലാണ്. ആദ്യം ഒരു ഇഫ് കീവേഡ് ഉണ്ടാകും. ആ കീവേഡ് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാകും, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു റിലേഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും മെയിനായിട്ട് ഒരു കണ്ടീഷൻ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി, അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എക്സ്പ്രഷൻ, അതായത് കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ സിമ്പിൾ ഇഫ് എഴുതുക. ഇഫ് എഴുതിയിട്ട് നമ്മളിവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അത് ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഈ ഇഫ് ബ്ലോക്കിന്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അന്നേരം ഇഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ കേർലി ബ്രേസസ് കണ്ടോ, ഇതിന്റെ അകത്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ ഇഫ് ബ്ലോക്കിന്റെ അകത്തുള്ള കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇഫ് ബ്ലോക്കിന്റെ അകത്തെ കോഡ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതാണ് ഇതിന്റെ സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇഫ് കീവേഡ് ഉണ്ടായിരിക്കും. ഇതിന്റെ അകത്തൊരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ കേർലി ബ്രേസസിന്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഇഫ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ അല്ല ഫോൾസ് ആണെങ്കിൽ നമ്മൾ അത് വിട്ടേക്കും, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ ഇവിടെ. സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമേ ഉള്ളൂ. ഇഫ് കീവേഡ് ഉണ്ടാകും. ഇഫിന്റെ അകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ ആ ബ്ലോക്ക് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകും. ഇതാണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ സീറോ വാല്യൂ, ഒരു സീറോ അല്ലാതെ സാധാരണഗതിക്ക് ഒരു നോൺ നൾ അല്ലെങ്കിൽ 1 എന്നൊക്കെ ഉള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിനെ നമ്മൾ ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യും. സീറോ അല്ലെങ്കിൽ നൾ വാല്യൂ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അതിന്റെ ഫ്ലോ ചാർട്ട് പഠിക്കുക. ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഒരു കണ്ടീഷണൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലെ ഈ കണ്ടീഷണൽ കോഡിന് ശേഷമുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ കൊണ്ട് പ്രോഗ്രാം തീരുന്നില്ല. ഇത് നമ്മൾ സിയിൽ നമുക്കറിയാം, ഒന്നിന് താഴെ ഒന്നായിട്ട് നമ്മൾ പല സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് വരും. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ആ ബ്ലോക്കിന് ശേഷം കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ സിയിൽ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ പോകും. ഇവിടെ കൊണ്ട് പ്രോഗ്രാം തീരത്തില്ല. അപ്പൊ ഇതാണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ചുവന്ന കളറിൽ കാണുന്നത് കമന്റ് ലൈൻസ് ആണ് കേട്ടോ. കമന്റ് ലൈൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രണ്ട് സ്ലാഷ് ലൈൻസ് കൊടുത്തിട്ട് നമുക്ക് കമന്റ് ലൈൻ പറയാം. ഇവിടെ ഒരു സ്ലാഷും ഒരു സ്റ്റാറും കണ്ടോ. ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്നുള്ളത് ഒരു സ്ലാഷ് ഒരു സ്റ്റാർ, ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഈ കാണുന്നത് ഒരു സ്ലാഷ്, പിന്നെ ഒരു സ്റ്റാർ, പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ്, പിന്നെ ആ സ്റ്റാർ ക്ലോസ് ചെയ്തു, സ്ലാഷ് ക്ലോസ് ചെയ്തു. ഇത് കമന്റ് ലൈൻ ആണ്. കമന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ലൈൻസ് ആണ്. ഇത് കോഡുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇതിന് ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ ഇന്റ് a = 10 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേരിയബിൾ എടുത്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇഫിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, a < 20 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്തു, a is less than 20 എന്ന് നമ്മൾ പ്രിന്റ് ചെയ്തു. a greater than 20 ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യത്തില്ല. ഇപ്പൊ ഇതാണ്
ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ബ്ലോക്കാണ് ഇഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന വരെ ഉള്ളതാണ് ഇഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി a<20 എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഇത് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഇതിന് താഴെ കിടക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇതിന്റെ അകത്ത് ഈ ബ്ലോക്ക് ഇവിടെ കൊണ്ട് തീർന്നു. ഇത് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് അതിന്റെ സിയിൽ ബാക്കി കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്ലോക്കിൽ a<20 ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, നമ്മൾ ഈ ഇഫിന്റെ ഉള്ളിലേക്ക് കയറും. അപ്പൊ ഇതാണ് ഈ കോഡ്. അപ്പൊ നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കോഡ് കാണുവാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കമന്റ് ലൈൻസ് ആണ് കേട്ടോ. ഈ കാണുന്ന ഇന്റ് a is equal to 10 if a<20 then print അതല്ലെങ്കിൽ അതിന്റെ പുറത്ത് നമ്മൾ വന്നിട്ട് printf എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതിയായിരിക്കും. കോഡ് സിമ്പിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇന്റ് മെയിൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് റിട്ടേൺ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എഴുതി പഠിച്ചിരിക്കുന്നത് വോയിഡ് മെയിൻ ആണ്. വോയിഡ് മെയിൻ ആണെങ്കിൽ റിട്ടേൺ 0 സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക. അപ്പൊ നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ അതിന്റെ കോഡ് എഴുതാൻ പോവാണ്. ഞാൻ ആദ്യമേ ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കാണിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് അത്രയും കൂടി കോഡ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ചുമ്മാ ഒരു കോഡ് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ട് മനസ്സിലാവത്തില്ല, നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട്. അപ്പം നമുക്ക് എഴുതാം. ആദ്യമേ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ. ഞാനിവിടെ ഒരു വേരിയബിൾ എടുത്തു, എയിലേക്ക് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. അപ്പൊ ഇനി നിങ്ങൾ ഓരോന്ന് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇതൊരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. ഇന്റ് എ എന്ന് പറയുന്നത് a is equal to 10 എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻ എഴുതാൻ പോവാണ്. ഇഫ് അല്ലെ, ഇഫ് a greater than 20 ഇത് നമ്മുടെ കണ്ടീഷൻ. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം, printf അല്ലെ, a is greater than 20 എന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ജസ്റ്റ് ഞാൻ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും ഇതിന്റെ അകത്ത് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഞാൻ വേണമെങ്കിൽ ചുമ്മാ ഒരു printf അല്ലെ ബ്ലോക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചുമ്മാ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെയൊന്നും കൊടുക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇഫ് ബ്ലോക്ക് എന്ന് എഴുതിയിട്ട് ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും എഴുതാം. printf മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് എഴുതാം. ഓക്കെ, സ്ലാഷ് കൊടുത്തു, a is greater than 20 എന്ന് കൊടുത്തു. ഇനി ഇത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തേക്ക് കയറും. ഞാൻ ചുമ്മാ ഒന്ന് ഇവിടെ ഒരു ഇത് കൊടുത്തു വെക്കാം, എൻഡ് if എന്ന് കൊടുക്കാം. ഓക്കെ, സ്ലാഷ് കൊടുത്ത് ക്ലോസ് ചെയ്തു. സ്ലാഷിനൊക്കെ പുതിയ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇഫ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇഫ് എഴുതി അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇഫിന് സെമിക്കോളൻ എഴുതരുത്. ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് ഇവിടെ സെമിക്കോളൻ നമ്മൾ ഇടാനായിട്ട് പാടില്ല, തെറ്റാണ്. സെമിക്കോളൻ ഇടരുത്. ഇഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മുടെ കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് അത് എഴുതുക. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണോ അത് എഴുതുക. എന്നിട്ട് ഞാനിവിടെ പുറത്തു വന്നു. ഇതിന്റെ പുറത്ത് വന്നിട്ട് ഞാൻ ഇവിടെ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. വാല്യൂ ഓഫ് അല്ലെ, വാല്യൂ ഓഫ് a is equal to %d സ്ലാഷിന് എല്ലാത്തിന്റെ അവസാനം ഞാൻ ചുമ്മാ കൊടുത്തു പോവുകയാണ്. a എന്നിട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് a എന്നുള്ള വേരിയബിൾ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ ഒരു വേരിയബിൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട സ്ഥലത്ത് നമ്മൾ അതിന്റെ സ്ട്രിങ് പറഞ്ഞു, %d ആണ്. കാരണം അവിടെ എന്ത് വാല്യൂ ആണ് വേണ്ടത്, ഇന്റീജർ വാല്യൂ ആണ് വരേണ്ടത്. ഇനി a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a എന്നുള്ള വേരിയബിളിൽ കിടക്കുന്ന വാല്യൂ വേണം എനിക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് a എന്നുള്ളത് കൊടുത്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് പഠിച്ചിട്ട് വരിക, അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുന്നോട്ട് എഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്ത് ഒരു എറർ കാണിക്കുന്നുണ്ട്, നമുക്ക് എന്താന്ന് നോക്കാം. ഏതെങ്കിലും ഒരു കീ ചുമ്മാ പ്രസ് ചെയ്യുക.
ഡിക്ലറേഷൻ ഈസ് നോട്ട് അലൗഡ് ഹിയർ. അപ്പൊ എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ലൈൻ നമ്പർ സഹിതം ഇവിടെ എറർ കാണിക്കും. 6ാമത്തെ ലൈനിൽ എറർ എന്താണ്? ഡിക്ലറേഷൻ ഈസ് നോട്ട് അലൗഡ് ഹിയർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചില കമ്പൈലറിൽ ഡിക്ലറേഷൻ ആയിട്ട് ആദ്യം കൊടുക്കണം. CLR SCR ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ എടുക്കത്തില്ല. മെയിൻ കഴിഞ്ഞ് മെയിനിന് തൊട്ടടുത്ത ലൈനിൽ തന്നെ ഡിക്ലറേഷൻ വേണം എന്ന് പറയും. അതുകൊണ്ടാണ് അത് വലിയ കാര്യമൊന്നുമില്ല. മെയിൻ CLR SCR എന്ന് എടുത്ത് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിന് തൊട്ട് താഴത്തേക്ക് ഇറക്കി എഴുതുക. എന്നിട്ട് വേരിയബിൾ ഡിക്ലറേഷൻ ഏറ്റവും തുടക്കത്തിലേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം മാറി കിട്ടും. ദെൻ ഞാൻ കമ്പൈൽ ചെയ്യുകയാണ്. ഒന്നും കൂടി കമ്പൈൽ ചെയ്യുകയാണ്. എറർ ഒന്നുമില്ല. റൺ ചെയ്തു. വാല്യൂ ഓഫ് A is equal to 10 അല്ലെ? നമ്മൾ എന്തായിരുന്നു ചെക്ക് ചെയ്ത്? എന്തായിരുന്നു? A greater than 20 ആണോ എന്ന് ചെക്ക് ചെയ്തത്. പക്ഷെ എയുടെ വാല്യൂ എന്താ? 10 ആണ്. അപ്പൊ A greater than 20 ആണോ? അല്ല. അല്ല ആണെങ്കിൽ ഇത് ഫോൾസ് ആണ് അല്ലെ? ഫോൾസ് ആയതുകൊണ്ട് ഈ ബ്ലോക്കിലേക്ക് കയറുമോ? ഈ ബ്ലോക്കിലേക്ക് കയറത്തില്ല. കാരണം തെറ്റാണ്. കണ്ടീഷൻ തെറ്റാണ്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ ബ്ലോക്കിലേക്ക് കയറത്തില്ല. പകരം എന്ത് ചെയ്യും? ഈ ബ്ലോക്ക് കഴിഞ്ഞ് കിടക്കുന്ന ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? printf വാല്യൂ ഓഫ് A എന്നുള്ളതാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്. അത് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഇനി എയുടെ വാല്യൂ നമ്മളൊരു 100 കൊടുക്കുകയാണ്. 100 കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ? A greater than 20, 100 greater than 20 ട്രൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിൽ കയറും. ഇഫ് ബ്ലോക്കിന്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റും കൂടി എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ? ഇഫ് ബ്ലോക്കിന്റെ ഉള്ളിൽ കയറി ഈസ് ഗ്രേറ്റർ ദാൻ 20 എന്ന് പ്രിന്റ് ചെയ്തു. എൻഡ് ഇഫ് എന്ന് പ്രിന്റ് ചെയ്തു. എന്നിട്ട് വാല്യൂ ഓഫ് A എന്നുള്ളതും കൂടി പ്രിന്റ് ചെയ്തു. നമുക്കൊരു സ്ലാഷ് എന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കാണത്തുള്ളൂ. ഒരു ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ ബ്ലോക്കിലേക്ക് കയറത്തില്ല. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് എക്സിക്യൂഷൻ അങ്ങ് പോകും. അപ്പൊ ഇതാണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതങ്ങ് വിട്ടേക്കും. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇഫ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.